അങ്ങനെ ജയ മാനസയുടെ കൈയും പിടിച്ച് സിറ്റൗട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ആ സുനിലിന്റെ കേസിൽ ഏത് നിമിഷവും പോലീസ് നിന്നെ ചോദ്യം ചെയ്യാൻ വരുമെന്നാണ് ദേവേട്ടൻ എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ മാനസ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ജയ വീണ്ടും പറയുന്നുണ്ട്, സുനിൽ ഈ നാട്ടിൽ വന്നതിനും നിന്നെ കണ്ടതിനുമെല്ലാം തെളിവുകളുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തും നേരിട്ടേ പറ്റൂ മോളെ. ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ ആന്റി? എന്നെ കാണാൻ വന്നതും എന്നെ കണ്ടതും എല്ലാം ശരി തന്നെയാണ്. പക്ഷെ സുനിൽ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഇത് കേട്ടുകൊണ്ട് അജയനും പ്രസീതയും അവിടേക്ക് വരികയാണ്. അജയൻ പറയുന്നുണ്ട്, നിനക്കറിയില്ല എന്ന് നിനക്ക് ഞങ്ങളോട് പറയാം, പക്ഷെ അവർക്കത് ബോധ്യമാകണം. പണ്ടേ ഞാൻ ഇവളോട് പറഞ്ഞതാണ് ചെയ്യേ, ആ സുനിൽ ഇവൾക്ക് ഒഴിയാബാധയാകുമെന്ന്. അവൻ ജയിലിലപ്പോൾ എത്രയാണ് ഞാനും നീയും ഒക്കെ അനുഭവിച്ചത്. പിന്നീട് അവനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി ഈ ജയതന് എത്ര രൂപയാണ് നിനക്ക് വേണ്ടി ചെലവഴിച്ചത്. ജയിൽ മോചിതനായ ശേഷം അവൻ നിന്നെ കാണാൻ ഈ നാട്ടിൽ വന്നു. നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്തായാലും തെളിവുകളുള്ള സ്ഥിതിക്ക് നീയും നമ്മളും എല്ലാം പെടും. ഇത് കേൾക്കുമ്പോൾ പ്രസീത പറയുന്നുണ്ട്, ഇനി അവൻ ജീവനോടെ എങ്ങാനും ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് കേട്ടത് മാനസ പൊട്ടിത്തെറിക്കാണ്ട്, അമ്മക്ക് എന്താ വേറെ ഒന്നും പറയാനില്ലേ? അപ്പോൾ പ്രസീത പറയുന്നത്, കണ്ടോ അവൻ ജീവനോടെ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ അവൾ ദേഷ്യം വരുന്നത് കണ്ടില്ലേ? അപ്പോൾ അജയന് പറയുന്നുണ്ട്, നിന്റെ അമ്മ പറഞ്ഞത് എന്താണ് തെറ്റ്? അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ദിവസങ്ങളായി. പൊതുവെ അവൻ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇതിൽ മാനസ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞതാണ്. ഇനിയും എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? അജയൻ പറയുന്നുണ്ട്, അന്ന് ആ മഹേന്ദ്ര ശർമ്മ നിന്നെ വിളിച്ചപ്പോൾ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന ജയ പറയുന്നത്, എങ്ങനെ അവൾ കൂടെ പോകുമേട്ടാ? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവരുടേതാണെന്ന് അവരെങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയാവില്ലല്ലോ. പിന്നെ അവനെ പ്രണയിച്ചു എന്നതാണ് ഇവൾ ചെയ്ത തെറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മാനസയും അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കാവുകയാണ്. അവസാനം മാനസ ജയോട് പറയുന്നുണ്ട്, ആന്റി എന്നെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവർ പറയുന്നതൊന്നും കേൾക്കരുത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, ആര് എന്ത് പറഞ്ഞാലും മോളെ എനിക്ക് നല്ല വിശ്വാസമാണ്. ഇതിൽക്കും അജയൻ പറയാണ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ ജയ? ഈ വീടും സ്ഥലവും എല്ലാം നീ മാനസയുടെ പേരിൽ എഴുതി വെക്കാമെന്ന് പറഞ്ഞിട്ട് കാലം കുറെ ആയല്ലോ. ഇപ്പോഴാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാറുമില്ല. അവസാനം ഒന്നുമില്ലാതെ നീ വഴിയാധാരമാകാതിരുന്നാൽ മതി എന്ന് മാനസയോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയ മാനസയോട് ചോദിക്കുന്നതിന്, മോളെ നീ അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ല ആന്റി, എല്ലാം സമയമാകുമ്പോൾ പറയാമെന്ന് കരുതി എന്ന് മാനസയും പറയാണ്. ഇത് കേൾക്കുന്ന അജയൻ ചോദിക്കുകയാണ്, എന്ത് കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് മോളെ? അപ്പോൾ ജയ പറയുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതുപോലെ ചെയ്യാനും എനിക്ക് മടിയില്ല. മാനസ മോളുടെ പേർക്ക് ഈ വീടും സ്ഥലവും ഞാൻ ഇഷ്ടം ദാനം നൽകിയിട്ട് ദിവസങ്ങൾ ഏറെയായി. ഇത് കേൾക്കുന്ന അജയനും പ്രസീതയ്ക്കും വിശ്വസിക്കാനാവാതെ അവർ ചിരിക്കുകയാണ്. എന്താ ഏട്ടാ, വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിക്കാണ്ട് ജയ. ഇല്ല, വിശ്വാസം വരുന്നില്ല എന്ന് തന്നെ അജയൻ പറയാം. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ അജയൻ പ്രസീത ആ വീടൊന്നാകെ ഒന്ന് കണ്ണുകൊണ്ട് ഓടിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയാന്നുണ്ട്, ഈ വീട് ഇപ്പോൾ മാനസമോൾക്ക് സ്വന്തമാണല്ലേ? ഇനി ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ജയയോട്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അച്ഛാ വെറുതെ മനക്കോട്ട കെട്ടണ്ട. ഇഷ്ടദാനം എന്ന് പറഞ്ഞാൽ ആന്റിയുടെ കാലശേഷം ഈ വീടും സ്ഥലവും എന്റെ പേരിലാണ് എന്നാണ് അർത്ഥം. പക്ഷേ ആന്റി എന്നെ വിട്ടുപോകില്ല, അല്ല ആന്റി എന്ന് പറഞ്ഞ് ജയയെ ചേർത്ത് പിടിക്കുകയാണ്. കണ്ടോ ഇവൾക്ക് എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ജയയും അവളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവൾക്ക് ഇഷ്ടദാനം കൊടുത്തത് ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യം അച്ഛന്റെയും മകന്റെയും വഴക്കൊന്ന് മാറട്ടെ എന്ന് പറയാൻ കേട്ടോ ജയ. ഇത് കേൾക്കുമ്പോൾ അജയനും പ്രസീതക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവന പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അങ്ങനെ അജയ് സാർ പറയട്ടെ, എന്താ ഭാവന ഇതൊക്കെ? നിന്നോടുള്ള വിശ്വാസമാണ് നീ കളയുന്നത്. നിന്റെ കിഡ്നാപ്പ് ചെയ്ത് ആരാണ് എന്ന അന്വേഷണത്താണ് ഇപ്പോൾ പോലീസ്. എല്ലാം അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് തുറന്നു പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നത്, സോറി സർ, ഇതൊന്നും മനഃപൂർവ്വമല്ല. സൂര്യയെയും സേതുവിനെയും പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് അജിത് സർ അവരെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട്, മാനസക്കെതിരെയാണ് അവർ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾക്ക് കേസെടുത്തേ പറ്റൂ എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, മാനസക്ക് സുനിലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അവളെല്ലാം നേരത്തെ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ അജിത് സർ പറയുന്നത്, ഇത് മാൻ മിസ്സിംഗ് കേസാണ് ഭാവന. സുനിൽ എന്നയാൾ മാനസയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും അവിടെ ഹാജരാക്കാൻ കേട്ടോ. അപ്പോൾ അജിത് സർ പറയുന്നുണ്ട്, ഭാവന നിലവിൽ ഭാവനെ കിഡ്നാപ്പ് ആരാണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിൽ അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. അതിനുള്ളത് ഇപ്പോൾ കിട്ടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവനയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അവരെന്നെ തട്ടിക്കൊണ്ട് പോയി എന്നല്ലാതെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സർ. എല്ലാം ഒരു തെറ്റിദ്ധാരണ പുറത്തായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ കേട്ടോ. പിന്നീട് മാനസയെ കൊണ്ടുവന്നത് അവരവളോട് ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ. ഓഹോ, അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കിയ സ്ഥിതിക്ക് ഇവിടെ പോലീസ് എന്താ നോക്കുകുത്തികളാണോ? നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗം കേൾക്കാൻ. എന്തായാലും ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെ ആലോചിച്ച് തീരുമാനിക്കും. എനിക്ക് ആവശ്യം വ്യക്തമായ തെളിവും സാക്ഷ്യവുമാണ്. അവസാനം ഭാവന ആലോചിച്ച ശേഷം പറയുന്നുണ്ട്, സർ, മാനസക്കെതിരെ ഇവർ തന്നിരിക്കുന്ന പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവർക്കെതിരെ പരാതി നൽകും എന്ന് പറയാണ്. അങ്ങനെ അവസാനം മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പരാതി പിൻവലിക്കാം. പക്ഷേ സാർ തന്നെ മാനസയെ കാണുമ്പോൾ നന്നായിട്ട് ചോദ്യം ചെയ്ത് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ മകനെ കണ്ടെത്തി തരണം എന്ന് പറയാണ്. എന്നിട്ട് അവർ അവിടെ നിന്നും പരാതിയില്ല എന്നൊക്കെ എഴുതി കൊടുത്ത് പോവുകയാണ് കേട്ടോ. പിന്നീട് സൂര്യയും ഭാവനയും സേതുവിനെ കാണാൻ വേണ്ടി അവന്റെ സെല്ലിന്റെ മുന്നിൽ എത്തുന്നുണ്ട്.
സേതുവേട്ട എന്തിനാണ് സേതുവേട്ടൻ അയാളെ തല്ലാൻ പോയത്? തല്ലിയാൽ പ്രശ്നം കൂടുകയല്ലേ ഉള്ളൂ, കുറയുകയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഭാവന. അപ്പോൾ സേതുവിന് ദേഷ്യം വരേണ്ട. അവൻ ചോദിക്കുകയാണ്, അവരൊക്കെ ഇപ്പോൾ ചെയ്തത് ശരി, ഞാൻ ചെയ്തതാണ് തെറ്റ്, അതിലെ നീ പറഞ്ഞു വരുന്നത്? സേതുവേട്ടൻ എന്തിനാണ് കടം വാങ്ങിച്ച് ഇങ്ങനെയുള്ള വർക്കൊക്കെ ഏറ്റെടുക്കുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിനു മുൻപും ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇനിയിപ്പോൾ എങ്ങനെയായാലും അവരുടെ കാല് പിടിച്ചിട്ട് സേതുവേട്ടനെ പുറത്ത് കൊണ്ടുവന്നല്ലേ പറ്റൂ എന്ന് ചോദിക്കുകയാണ് ഭാവന. ഇത് ആ രാജശേഖരനും ജോണിയും കൂടി തമ്മിൽ ഒത്തുകളിയാണ്. എന്നോട് നെറുകടി കാണിച്ചവരെയാണ് ഞാൻ തല്ലിയത്, നീ അവരുടെ കാലൊന്നും പോയി പിടിക്കണ്ട എന്ന് പറയാൻട്ട് സേതു. അപ്പോൾ സൂര്യ ചോദിക്കുന്നു, സേതുവേട്ടൻ ഇങ്ങനെ ലോക്കപ്പിൽ കിടന്നാൽ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാകുമോ? അത് മാത്രമാണോ, ഉടൻ തന്നെ ഭരത്തിന് ഒരു പോസ്റ്റിങ്ങിന് വരും. അപ്പോൾ ഭരത്തിന്റെ ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ അവൻ സന്തോഷിക്കാൻ പറ്റുമോ? അവന് അഭിമാനത്തോടെ വേണ്ട ഈ ജോലിക്ക് കയറാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താൻ സേതുവേട്ട. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, കാശിന്റെ കാര്യമൊക്കെ സേതുവിന് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. ഇനിയെങ്കിലും അഡ്വാൻസ് വാങ്ങിക്കാതെ ഇങ്ങനെയുള്ള വർക്കൊന്നും ഏറ്റെടുക്കരുത്. സേതുവേട്ടന്റെ നന്മക്കും സേതുവേട്ടൻ രക്ഷപ്പെട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ എസ് ഐ സാറോട് സംസാരിച്ച് ഇപ്പോൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. ഭാവന വാ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവാൻ കേട്ടോ ഭാവനയും കൊണ്ട്. എന്നിട്ട് സൂര്യൻ ഭാവന അജിത് സാറിന് മുന്നിലെത്താണ്. അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങൾക്ക് വിശദമായിട്ട് അവർ പറയാൻ കേട്ടോ. സേതുവേട്ടൻ അഡ്വാൻസ് വാങ്ങാതെയാണ് ഇങ്ങനെ വർക്ക് ചെയ്തതെന്നും അവർ സേതുവേട്ടനെ ചതിച്ചതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അജിത് സാർ പറയുന്നുണ്ട്, സേതു ഒരു അഗ്രിമെന്റ് ഇല്ലാതെയാണ് ഈ കാര്യം ചെയ്തതെങ്കിലും സേതു അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയതിന് വ്യക്തമായിട്ടുള്ള അഗ്രിമെന്റ് ആ ജോണിയുടെ കയ്യിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രശ്നമാകാൻ കാരണം ആ രാജശേഖരനെ സേതു തല്ലിയതാണ്. അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് എന്നൊക്കെ പറയാണ്. അതിന് മാത്രം പരിക്കുണ്ടോ അദ്ദേഹത്തിന് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവൻ. ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും ഇതൊരു കേസായതല്ലേ, അതുകൊണ്ട് തെളിവിന് വേണ്ടിയിട്ടായിരിക്കണം മനഃപൂർവ്വം അവിടെ പോയിട്ട് അഡ്മിറ്റ് ആയത് എന്നൊക്കെ പറയാണ്. എന്തായാലും അവർ നേരത്തെ മുൻകൂട്ടിയാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ നടത്തിയത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ. പക്ഷേ സേതുവിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അജിത് സർ. അതും ശരിയാണ്, എങ്ങനെയെങ്കിലും സാർ തന്നെ അവരോട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് എടുക്കണം. അവർക്ക് വേണ്ട ആ 2 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയാൻ കേട്ടോ സൂര്യ. എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് തന്നെ പറയാൻ അജിത് സാറും. അങ്ങനെ ഭാവനയും സൂര്യയും അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാനസയെയും ജയനിർമ്മലയുമാണ്. മാനസ പറയുന്നുണ്ട്, ആന്റി എന്തിനാണ് അച്ഛനോട് ആ കാര്യം പറയാൻ പോയത്? ഈ വീടും സ്ഥലവും എൻ്റെ പേരിലാണ് എഴുതി വെച്ചത് എന്നറിഞ്ഞാൽ എൻ്റെ അച്ഛനായതുകൊണ്ട് പറയുകയാണ്. അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാമാൻ. പണത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യാനും മടിക്കാത്ത കൂട്ടത്തിലാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമോ എന്ന പേടി എനിക്കുണ്ട് എന്ന് പറയാൻ കേട്ടോ മാനസ. അപ്പോൾ ജയ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, എന്നായാലും അവരറിയേണ്ട കാര്യമല്ലേ. ഞാൻ സൂര്യയും ദേവേട്ടനെയും അറിയിച്ചതിന് ശേഷം അവരോട് പറയാമെന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ സംസാരമുണ്ടായപ്പോൾ അത് പറയേണ്ടി വന്നു. മാത്രമല്ല മോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ പറയാതിരുന്നതിന്റെ മനഃപൂർവ്വമാണ് ആന്റി. ഇതറിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷെ അവർ ഇവിടെ ഇനി അധികാരം കാണിച്ചു തുടങ്ങാം. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയാണ്. മാത്രവുമല്ല ആന്റി ഇങ്ങനെ നേരത്തെ തന്നെ എഴുതി വെച്ചതിൽ എനിക്കൊട്ടും താല്പര്യവുമില്ല. സൂര്യയോടും അങ്കിളിനോടൊക്കെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം അതിന് സമയമാകുമ്പോൾ എനിക്ക് തന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ഈ ഇഷ്ടദാനം നടത്തലൊന്നും വേണ്ടിയിരുന്നില്ല ആന്റി, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഡെലിവറി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം ആന്റി എന്നൊക്കെ മാനസ പറയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, അത് മോളുടെ കാര്യം, പക്ഷെ നിന്റെ ഭാവിയെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല ആശങ്കയുണ്ട്. അത് സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. മോൾക്കറിയാമല്ലോ എൻ്റെ കാര്യം. ഞാൻ മരണത്തിന്റെ വക്കോളം പോയിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നവളാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ ഒന്നുമില്ലാത്തവളാവരുത്. ദേവേട്ടനും സൂര്യയൊക്കെ നാളെ നിന്നെ തള്ളിപ്പറയില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് നിന്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മോളെ. അത് നീ തന്നെ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നേരത്തെ നിന്നോട് മാത്രം ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്കൊരു കുഴപ്പം വരാതെ നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയാണ്. ആന്റി അങ്ങനെയൊന്നും പറയല്ലേ, ആന്റിക്കൊന്നും സംഭവിക്കില്ല, എന്നും ആന്റി എന്നോടൊപ്പം ഉണ്ടാകും അല്ലേ ആന്റി എന്നൊക്കെ പറഞ്ഞ് മാനസ ജയയുടെ കൈ പിടിക്കാൻ കേട്ടോ. ജയ ആവട്ടെ സ്നേഹം കൊണ്ട് അവളുടെ നെറ്റിൽ ചുംബിക്കുന്നുണ്ട്. എനിക്കെന്നും നിന്റെ ഈ സ്നേഹം മാത്രം മതി മോളെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഒരു കാർ വന്ന് മുറ്റത്ത് നിർത്തുകയാണ്. അതിൽ നിന്നും അപരിചിതരായ 2 പേര് ഇറങ്ങി അകത്തേക്ക് വരികയാണ് കേട്ടോ. ഗായത്രി പതിവ് പോലെ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ അവരെ 2 പേരെയും കണ്ട് ആകെ ഷോക്കാവാണ്. അല്ല ആരിത്, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയാമോ? എന്താണിപ്പോൾ മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ടേക്കൊരു യാത്ര എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഗായത്രി. എന്നിട്ട് അവൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഗായത്രിയുടെ ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അവൾക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഓർമ്മിപ്പിക്കാനോ ചേച്ചിയെ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത്. ചേച്ചിയെയും മക്കളെയും ഒന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഓഹോ നിനക്കപ്പോൾ ഈ ചേച്ചിയെയും മക്കളെയൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളോടപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണമില്ലാതെ നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ് വേഗം ഇവരെ ഒന്ന് പൊക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നത്, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ? വർഷങ്ങളായിട്ട് അകന്ന് നിന്നിരുന്ന ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണോ ഞങ്ങളെ പറഞ്ഞു വിടുന്നത്?
ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് അകത്തേക്ക് ഇരുത്തുകയും ചെയ്യുമെന്ന് കരുതി എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യേണ്ടവരെല്ലാം അതിൻ്റെതായ മര്യാദയിൽ ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ എൻ്റെ വിഷമം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് അങ്ങനെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് അധികം തർക്കിച്ച് നിൽക്കാതെ നീ വന്ന കാര്യം പറഞ്ഞു പൊക്കോ എന്ന് പറയാൻ ട്ടോ. ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഗായത്രിയുടെ അനിയനാകാനാണ് സാധ്യത. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല. ഇന്ന് അദ്ദേഹം എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്.